സോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ്. അപ്പം നമ്മൾ ഇന്ന് എന്തായിട്ടാണ് വന്നേക്കുന്നത്? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന എന്തായാലും വരുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് പോയാലോ? ഓക്കെ, എന്താണ് നെയിം ദ ഫിനോമിനൻ ദാറ്റ് ക്രിയേറ്റ്സ് എ റെയിൻബോ. അപ്പം റെയിൻബോ എന്നുള്ളത് ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഫിസിക്സിൽ. റെയിൻബോ അല്ലെങ്കിൽ മഴവില്ല്. എന്താണ് ഇവിടുത്തെ ചോദ്യം? മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം, മഴവില്ലിന്റെ കാരണം, എന്തുകൊണ്ടാണ് മഴവില്ല് ഉണ്ടാവുന്നത്, ആ പ്രതിഭാസത്തിന്റെ പേരാണ് ഇവിടെ എന്താണ് ഒരു മാർക്കിന് നമ്മളോട് ചോദിച്ചത്. എന്താണ് ആ പ്രതിഭാസം? എന്താണ് ആ പ്രതിഭാസം? പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ, അല്ലെ? ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം. അപ്പൊ നമ്മളോട് ആ ഫിനോമിനൻ ആണ് ചോദിച്ചത്. ഫിനോമിനൻ, റെയിൻബോ ഉണ്ടാവാനുള്ള കാരണം, ആ ഫിനോമിനൻ പ്രതിഭാസം ഏതാണ്? ആ പ്രകാശ പ്രതിഭാസം എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് ഈ ഡിസ്പേർഷൻ? എന്താണ് ഡിസ്പേർഷൻ? നമ്മുടെ കോമ്പോസിറ്റ് ലൈറ്റ് അതിന്റെ കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതായത് സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് തിരിയുന്നതിനെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ രണ്ടാമത്തെ ചോദ്യം, ഇതൊരു ക്വസ്റ്റ്യനിലെ 3 പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. വാട്ട് ഇസ് ദ കളർ സീൻ അറ്റ് അപ്പർ എഡ്ജ് ഓഫ് റെയിൻബോ? വീണ്ടും റെയിൻബോനെ പറ്റി തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത്. ഏതാണ് അതിലെ അപ്പർ എഡ്ജിലെ കളർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പർ എഡ്ജിലെ കളർ ഏതാണ്? നമ്മുടെ കളർ വിബ്ജിയോർ എന്നാണ് നമുക്കറിയാം, അല്ലെ? വിബ്ജിയോർ ആണ് എന്നറിയാം. അപ്പൊ അപ്പർ എഡ്ജിൽ വരുന്നത് ഏതാണ്? ആർക്ക് രൂപത്തിലാണ് നമ്മുടെ മഴവില്ല്. അപ്പർ എഡ്ജിൽ വരുന്നത് റെഡും, ലോവർ എഡ്ജിൽ അല്ലെങ്കിൽ ഇന്നർ എഡ്ജിൽ വരുന്നത് നമ്മുടെ വയലറ്റുമാണ്. അത് എന്ത് വെച്ചിട്ടായിരുന്നു പറഞ്ഞത്? നമ്മുടെ ലൈൻ ഓഫ് വിഷൻ അല്ലെങ്കിൽ ദൃഷ്ടിരേഖയിൽ ഓരോ കളറും ഏത് ആംഗിളാണ് ഉണ്ടാക്കുന്നത്? ഇത്ര ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് റെഡ് ആണ്. ആ റെഡ് ആണ് നമുക്ക് അപ്പർ എഡ്ജിൽ വരുന്നത്. അപ്പർ എഡ്ജ് അല്ലെങ്കിൽ പുറം വക്കിൽ വരുന്നത് നമ്മുടെ ചുവപ്പ് കളറാണ്. അപ്പം മഴവില്ലിന്റെ 2 ചോദ്യം ഇവിടെ വന്നു കേട്ടോ. മഴവില്ലിന്റെ പ്രതിഭാസം ഏതാണെന്നും ഏത് കളറാണ് ഏറ്റവും പുറം വക്ക് കാണപ്പെടുന്നതെന്നും. അപ്പൊ അപ്പർ എഡ്ജിൽ ചുവപ്പും ലോവർ എഡ്ജ് ആണെങ്കിൽ അത് വയലറ്റും ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്യൂറിങ് സൺസെറ്റ് സൺ സീംസ് ടു ബി റെഡ് ഇൻ കളർ. എന്താണ്? ഉദയാസ്തമയങ്ങളിൽ സൺ എന്താണ്? സൂര്യൻ നമുക്ക് ചുവപ്പായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെ? അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അവിടുത്തെ പ്രതിഭാസം ചോദിച്ചാൽ നമ്മൾ ഏതെഴുതും? വിസരണമാണെന്ന് എഴുതാം. പക്ഷെ എന്താണ്, ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വിശദമാക്കുക എന്ന് പറയുന്നുണ്ട്. എന്താണ് അവിടെ കാര്യം? നമ്മുടെ ഈ പ്രകാശം എന്താണ്? ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത് ഉദയാസ്തമയങ്ങളിൽ, അല്ലെ? അപ്പൊ ആ കുറേ ദൂരം സഞ്ചരിക്കുമ്പം തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങള് വിസരണം കുറവായിരിക്കും. എന്താണ് അവിടെ ആലോചിക്കേണ്ടത്? തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങള് വിസരണം കുറവായിരിക്കും. അപ്പൊ തരംഗദൈർഘ്യം കൂടിയത് ഏതിനാ? ചുവപ്പിന് വിസരണം കുറവായിരിക്കും. അപ്പൊ അത് മാത്രം അവിടെ ഉണ്ടാവും. ബാക്കി തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങള് വിസരണം വന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മുടെ ഈ വിബ്ജിയോറിലെ ബാക്കി കളറുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. കുറേ ദൂരം സഞ്ചരിച്ചെത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. എന്ത് പറ്റും? തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് മാത്രം നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. അപ്പൊ ഇംഗ്ലീഷിൽ എന്താ? വേവ് ലെങ്ത് കൂടിയ റെഡിന് മാത്രം സ്കാറ്ററിങ് കുറവായിരിക്കും. അതുകൊണ്ട് അത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. ബാക്കി വേവ് ലെങ്ത് കൂടിയ കുറഞ്ഞ ലൈറ്റ്സ് എല്ലാം സ്കാറ്ററിങ് സംഭവിച്ച് പോവും. അപ്പൊ അതുകൊണ്ടാണ് സൺസെറ്റിനും സൺറൈസിനും നമുക്ക് എന്ത് വരുന്നത്? റെഡ് കളറായിട്ട് കാണുന്നത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സൺസെറ്റും സൺറൈസും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ചുവപ്പ് കളർ എന്ന്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ്. സെയിം ആണ് നമ്മുടെ റെയിൻബോ. ഇവിടെ തന്നെ 2 ചോദ്യം റെയിൻബോന്റെ വന്നു. എന്താണ് മഴവില്ലിന്റെ പിന്നിലുള്ള പ്രകാശ പ്രതിഭാസം? എന്താണ്? ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം. പിന്നെ നമ്മുടെ അപ്പർ എഡ്ജും ലോവർ എഡ്ജും. അപ്പർ എഡ്ജ് ആണെങ്കിൽ റെഡ്, ലോവർ എഡ്ജ് ആണെങ്കിൽ വയലറ്റ്. അപ്പൊ മഴവില്ലല്ലാത്തൊരു ചോദ്യം ഉണ്ടാവാറില്ല, ചോദ്യപേപ്പർ ഉണ്ടാവാറില്ല. എന്തായാലും പഠിക്കണം എങ്ങനെയാ മഴവില്ല് ഉണ്ടാവുന്നതെന്നും നമ്മുടെ ഓരോ കളേഴ്സും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി why does Newton's colored disk appear to be white when it is rotated? എന്താണ് നമ്മുടെ ന്യൂട്ടന്റെ വർണ്ണപമ്പരം എന്തുകൊണ്ടാണ് വെള്ള നിറത്തിൽ കാണുന്നത്? വർണ്ണപമ്പരം എന്തായിരുന്നു? നമുക്ക് 7 കളർ ഉണ്ട് അല്ലെ വർണ്ണപമ്പരത്തിൽ. നമ്മുടെ ഈ മഴവില്ലിന്റെ പോലെ 7 കളർ അവിടെ ഉണ്ട്. പക്ഷെ നമ്മളത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ആണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? അതും 2 മാർക്കിന്റെ ചോദ്യമാണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് പഠിച്ചാൽ 2 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഇത് ഒരു സ്ഥിരമായി വരുന്ന ഒരു ഭാഗമാണ്. എന്താണ്?
അതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ നമുക്ക് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയാം അല്ലേ? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത? നമ്മൾ ഒരു വസ്തുവിനെ കണ്ടാൽ അത് നമ്മുടെ റെറ്റിനയിൽ എത്ര സെക്കൻഡാണ് നിൽക്കുന്നത്? 1/16 സെക്കൻഡ് ഉണ്ടാവും അല്ലേ? കണ്ട ഉടനെ അത് മാഞ്ഞു പോകുന്നില്ല. 1/16 സെക്കൻഡ് അല്ലെങ്കിൽ 0.0625 സെക്കൻഡ് നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാവും. അപ്പൊ ഇത് കറക്കുമ്പം എന്ന് പറഞ്ഞാല് എന്താണ്, ആ 7 കളറും നമ്മുടെ കണ്ണിൽ ഒരുമിച്ചെത്താണ്. വി ആർ ഗെറ്റിംഗ് ദ എഫക്ട് ഓഫ് ഓൾ ദ 7 കളേഴ്സ് ടുഗെദർ. ഒരുമിച്ചെത്താണ്. ഒന്ന് കണ്ട് മറന്നു പോകാനുള്ള സമയം അവിടെ ഇല്ല. ആ 7 കളറും ഒരുമിച്ചെത്തുമ്പം വി ആർ ഗെറ്റിംഗ് എ കമ്പൈൻഡ് എഫക്ട് അല്ലെ? ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആ കമ്പൈൻഡ് എഫക്ട് 7 ലൈറ്റും കമ്പൈൻ ചെയ്ത ഏതാ കളർ കിട്ടുക? ആ വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ 7 ലൈറ്റ് കിട്ടുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് ചോദിച്ചാൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നും നമ്മളോട് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെ എഴുതും? when the disc is rotated at a very high speed, because we experience the visual effect of seeing all the 7 colors together. എല്ലാ കളറും ഒരുമിച്ചെത്തുന്ന കമ്പൈൻഡ് എഫക്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ കമ്പൈൻഡ് എഫക്റ്റ് ആയതുകൊണ്ടാണ് അവിടെ വൈറ്റ് കിട്ടുന്നത്. ഓക്കെ, 7 നിറങ്ങളും തുടർച്ചയായ റെറ്റിനയിൽ പതിക്കുന്നത് കൊണ്ടാണ് വെള്ളയായി കാണപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിക്കണം. നമ്മുടെ ന്യൂട്ടന്റെ വർണ്ണപമ്പരം എന്താണ്? വീക്ഷണ സ്ഥിരത അല്ലെ? അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. മറ്റേത് നമ്മുടെ റെയിൻബോന്റെ പിന്നിലുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. അത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ റെയിൻബോന്റെ ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. നിർബന്ധമായിട്ടും പഠിക്കുക. അപ്പൊ ഓക്കെ, വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം.